ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന 2023 മോസ്റ്റ് അവൈറ്റഡ് സിനിമയായ സലാർ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പാൻ ഇന്ത്യൻ മാസ് സിനിമയായിരുന്നു സലാർ. 400 കോടിയോളം മുതൽ മുടക്കിൽ വന്ന സിനിമയ്ക്ക് ഹൈപ്പിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ സിനിമ കാണാൻ സാധിച്ചില്ല. ഇന്ന് വൈകിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. എന്തായാലും എൻ്റെ പേഴ്സണൽ റിവ്യൂ തീർച്ചയായും പങ്കുവെക്കുന്നതായിരിക്കും. സിനിമ കണ്ടിട്ടുള്ളവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് വരാം. കേരളത്തിൽ നിന്ന് 2 കോടിയോളം പ്രീസെയിൽ കളക്ഷൻ കിട്ടിയ സിനിമയായിരുന്നു സലാർ. ഫസ്റ്റ് ഡേ 8 കോടി വരെ നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സിനിമയ്ക്ക് മിക്സഡ് അല്ലെങ്കിൽ ആവറേജ് റെസ്പോൺസ് വന്നത് കാരണം പിന്നീട് നല്ല ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് 4 കോടി 65 ലക്ഷം രൂപയാണ് ചിത്രം ഫസ്റ്റ് ഡേ നേടിയിട്ടുള്ളത്. ഇതോടെ കേരളത്തിൽ ഏറ്റവും വലിയ FD നേടുന്ന ബാഹുബലിക്ക് ശേഷമുള്ള രണ്ടാമത്തെ തെലുങ്ക് സിനിമയായി സലാർ മാറിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 11 കോടി 50 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് 65 കോടിയോളം ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ നിന്ന് 8 കോടി രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 15 കോടി 75 ലക്ഷം രൂപയോളവും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആകെ 102 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 76 കോടിയും ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. സലാറിന്റെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 178 കോടി 70 ലക്ഷം രൂപയാണ്. സിനിമയ്ക്ക് വന്ന റെസ്പോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പോലും വളരെ വലിയ റെക്കോർഡ് കളക്ഷനാണ് സലാർ ഫസ്റ്റ് ഡേ സ്വന്തമാക്കിയിരിക്കുന്നത്. 2023 ഹയസ്റ്റ് ഓപ്പണിംഗ് ഇതുവരെ 148 കോടി രൂപയോളം നേടിയ ദളപതിയുടെ ലിയോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റെക്കോർഡ് പ്രഭാസ് സലാറിലൂടെ തൂക്കിയിട്ടുണ്ട്. അതുപോലെ KGF 2ന്റെ 164 കോടി എന്ന ഫസ്റ്റ് ഡേ കളക്ഷനും ചിത്രം മറികടന്നിട്ടുണ്ട്. ഇതോടെ പ്രഭാസിന്റെ 4ാമത്തെ സിനിമയാണ് ഫസ്റ്റ് ഡേ 100 കോടി നേടുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ 4 തവണ 100 കോടി FD ഇട്ട ഒരേ ഒരു സ്റ്റാറും പ്രഭാസ് ആണ്. കൂടാതെ 24 മണിക്കൂറിൽ 9 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയ ഒരേ ഒരു സിനിമയും സലാറാണ്. എന്തായാലും സലാറിന്റെ ഫൈനൽ കളക്ഷൻ 1000 കോടി റേഞ്ചിൽ പോകുമോ ഇല്ലയോ എന്ന് ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക.